ഹലോ, ഇന്ന് സന്നിധി കപ്പ് ഓഫ് ടീയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് നാച്ചുറൽ ഒരു വിഭവം കൊണ്ടുള്ളതാണ്. നാച്ചുറൽ വിഭവം കൊണ്ടുള്ള റെസിപ്പിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ഞാനൊന്ന് കാണിക്കാം. ഇതാണത്. ഇത് കൂണാണ്. നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ചില സമയങ്ങളിൽ വളരാറുള്ളതാണിത്. അപ്പോൾ ഇപ്പം എനിക്ക് ഇങ്ങനെ ഈ ഒരു സാധനം കിട്ടി. അപ്പോൾ അതുകൊണ്ട് 2 റെസിപ്പി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പൊരിയലും ഒരു ഗ്രേവിയും. വിശാലമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ്. ഇത്രയാണ് കിട്ടിയേക്കുന്നത്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ പെട്ടെന്ന് ഇത് ചീഞ്ഞു പോവുമല്ലോ. കുറേയൊക്കെ ചീഞ്ഞു പോയി നമ്മൾ കാണാതെ. ഇതതിൻ്റെ മുട്ടാണ്. ഇതതിൻ്റെ മുട്ട്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. അപ്പം നമുക്ക് ആദ്യം ഒരു പൊരിയലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് 1 കപ്പ് ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കടുക് വറക്കാൻ കറിവേപ്പില, 2 പച്ചമുളക് കീറിയത്, ചുമന്ന മുളക്, കടുക്, താളിച്ചിടാനെന്ന് ചിലർ പറയും. ഇത് 1 കപ്പ് തേങ്ങയാണ് തിരുമിയത്. ഇത് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല നിങ്ങൾ ഒരു നുള്ളു ഉപയോഗിച്ചാൽ മതി. കൂടുതൽ ഗരം മസാലയുടെ ടേസ്റ്റ് ഒന്നും ഒത്തിരി വേണ്ട. പിന്നെ ഉപ്പ്, എണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം ഈ കുമിളിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം ഞാൻ ഈ കൂണ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഈ കൂണ് വിലസുമ്പോൾ അതിനകത്ത് നന്നായിട്ട് മണ്ണ് കാണും. ആ ഇതളിനിടയ്ക്ക് നിങ്ങൾ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. പെട്ടെന്ന് വെള്ളവും കയറും. അപ്പം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കണം. ഇതാണ് അതിൻ്റെ പൂവ്. പെട്ടെന്ന് വിലസി പെട്ടെന്ന് ചീത്തയാകും. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് താളിക്കുന്നതിന്, കടുക് വറക്കുന്നതിനുള്ള സാധനങ്ങളെല്ലാം ഇടാം. അപ്പം നമ്മുടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്കിടാം. ഈ കൂണെന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് ചില പുരയിടങ്ങളിൽ ഉണ്ടാവുന്നതാണ്. ഈ മരങ്ങളുടെ വേസ്റ്റും ഇലകളും എല്ലാം കൂടെ പൊടിഞ്ഞു കിടക്കുന്നിടത്ത് ഉണ്ടാവുന്ന സാധനമാണ് ഇത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ തേങ്ങ നുറുക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് ചുമന്ന മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇതിലേക്ക് നമുക്ക് ഈ കൂണ് ചേർക്കാം. ഞാൻ ചുമന്ന മുളക് പൊടി ഇടുന്നില്ല. കുരുമുളക് പൊടി, നമ്മുടെ പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ ഇതിനകത്ത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. ഒന്ന് വെന്തോട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അടുത്ത റെസിപ്പിയും നോക്കാം. അതിനകത്തൊരു ഗ്രേവിയാണ്. അതിന് വേണ്ടതും ഈ കുമിള് തന്നെയാണ്. ഇത് കുറച്ച് കൂടുതൽ കിട്ടിയത് കൊണ്ടാണ് ഞാൻ 2 റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്.
കുറച്ച് വലിപ്പം, നമ്മൾ പൊരിയിൽ എടുക്കുന്നതിനേക്കാളും കുറച്ച് വലിയ കഷ്ണമായിട്ട് ഇടണം ഗ്രേവി ഉണ്ടാക്കുന്നതിന്. ഇത് ഏകദേശം 1 കപ്പിൽ കൂടുതലുണ്ട് ഇത്. പിന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ചുമന്ന മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വറുത്തതാണിത്. ഇത് നന്നായിട്ട് അരച്ച് വെക്കുക. 1 കപ്പ് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 കപ്പ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 3-4 പച്ചമുളകുണ്ട്, തേങ്ങ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്, ഗരം മസാലപ്പൊടിയുണ്ട്, ഇത് മുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ഓയിലുണ്ട്, ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കിടക്കാം. സ്റ്റൗവിൽ നമ്മുടെ ആ പൊരിയൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തായെന്ന് നോക്കണം. നമ്മൾ ഈ കുമിള് കഴുകിയത് കൊണ്ടാണ് ഇതിനകത്ത് നല്ലതുപോലെ വെള്ളം ഇറങ്ങി ഇത് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കാം. ലാസ്റ്റിൽ ഇതിനകത്ത് നമ്മൾ തിരികെ വെച്ചിരിക്കുന്ന ഈ 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കൂടുതൽ വേണ്ട, ഗരം മസാലപ്പൊടി ടേസ്റ്റ് മുന്നിൽ നിൽക്കേണ്ട. ഈ ഉപ്പ് എരിയെല്ലാം ഉണ്ടോ നോക്കുക. ഞാനൊരു ചട്ടി വീണ്ടും അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അപ്പോൾ ഈ പൊരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നോക്കി വേണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഓക്കെ ഇതായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി കൊടുക്കാം. ഈ കുമ്പിളിന് നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത്. ഏതിനായാലും നാച്ചുറലായിട്ട് കിട്ടുന്ന കുമ്പിളിനൊക്കെ ചെറിയ ഉള്ളി നല്ലത്. കമ്പിളിലേക്കായാലും ഇതിൻ്റെ കൂടെ നമുക്ക് ആ നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടിയിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, നന്നായിട്ടൊന്ന് വഴങ്ങും. നമുക്ക് ഈ തേങ്ങ, മുളക്, മല്ലി ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി അരപ്പിന് മുന്നേ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ വർഷം ഇനി കിട്ടുമെന്ന് അറിയത്തേയില്ല. പ്രാവശ്യത്തെ ടേസ്റ്റ് ഇതോടുകൂടി തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വീണ്ടും അടുത്ത വർഷം കിട്ടുമായിരിക്കും. അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് അങ്ങനെ ഇരിക്കും. ഇത് നല്ല അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്
മഞ്ഞൾപ്പൊടി ഇടുക. നമ്മുടെ എരിവൊക്കെ ഇതിന് ആവശ്യമുണ്ടോ നോക്കുക. ഉപ്പും ഇട്ട് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സ്റ്റൗ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഇതിനിടയിൽ ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് നിങ്ങൾ നോക്കുക.